विहारी जय राधा माधव कुंज विहारी जय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधव कुंज विहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरंगानिताय जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय राधा माधव राधा माधव राधा माधव राधे निताय गौर हरि बोल निताय गौर हरि बोल। नमो विष्णु पाद सरस्वती श्री भक्ति स्वामी प्रपात की जय। नमो विष्णु की जय। अनंत कोटि वैष्णव की जय। हरे बोल सिद्धनाथ प्रेमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ഭാഗവതം സേവ സർവീസ് തന്ന അതോറിറ്റീസിനോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങുവാണ്. ഇതിനു മുമ്പ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് സ്വീകരിക്കുകയാണ്. I offer my humble respectful obeisances to my spiritual master, His Holiness Jayapataka Swami Guru Maharaj. I offer my respectful obeisances to all the Siksha Gurus in my life. I seek the blessings of all assembled Vaishnavas and I seek the blessings of the deities so that I may do some justice to this service. Hare Krishna. Narayanam namaskritya naram chaiva narottamam divim saraswatim vyasam tado jaya mudirayet nashtaprayeshu abhadreshu nityam bhagavata sevaya bhagavati uttama shloke bhaktir bhavati naistiki mukam karoti vachalam pankam lankayate kirim yatkripa tamaham vande Shri Gurum Dinatarinam Paramananda Madhavam Shri Chaitanyam Ishwaram. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. ശ്രീമദ് ഭാഗവതം അധ്യായം 8 കുന്തി ദേവിയുടെ പ്രാർത്ഥനയും പരീക്ഷിത് രാജാവിന്റെ പ്രാണനവും. ശ്ലോകം 1. സൂത ഉവാച അഥ തേ സംപരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ.
सूत उवाच अथ ते सम्परेतानाम् स्वानामुदकमिच्छताम् दातुं सकृष्णा गङ्गायां पुरस्कृत्य ययुस्त्रियः. വിവർത്തനം സൂത ഗോസ്വാമി അരുളി ചെയ്തു. അനന്തരം പാണ്ഡവർ മരിച്ചുപോയ ബന്ധുജനങ്ങൾക്കായി അഭികാമ്യമായ ജലതർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കയാൽ സ്ത്രീജനങ്ങൾക്ക് പിറകെ ദ്രൗപദി സമേതരായി ഗംഗയിലേക്ക് ഗമിച്ചു. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. കുടുംബത്തിൽ മൃത്യു സംഭവിക്കുന്ന പക്ഷം ഗംഗയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യ നദികളിലോ പോകുന്നത് ഇന്നും ഹിന്ദു സമൂഹത്തിലെ ആചാരമാണ്. ഓരോ കുടുംബാംഗങ്ങളും ഒരു കുടം ഗംഗാജലം പരേത ആത്മാവിന് സമർപ്പിച്ച ശേഷം സ്ത്രീജനങ്ങൾക്ക് പിറകെ ഒരു ഘോഷയാത്ര കണക്കെ ഗമിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവരും ഈ അനുശാസനകളെ അനുവർത്തിച്ചു. പാണ്ഡവരുടെ മാതൃശ്വ സേയകനാകയാൽ ശ്രീകൃഷ്ണ ഭഗവാനും കുടുംബാംഗങ്ങളിൽ ഒരുവനാകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ചക്രവർത്തിസ്വാമീതി നാമ്നേ നമാചാര്യപദായ നിതായ കൃപാപ്രദായിനി ഗൗരവദാധാമദായ നാഗരമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമ്നേ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. സോ ഇന്ന് നമ്മള് ഒന്നാമത്തെ ക്യാൻറ്റോയിലെ സ്കന്ധത്തിലെ 8ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ശ്ലോകമാണ് കാണുന്നത്. അപ്പൊ ഈ അധ്യായത്തിന്റെ പേര് കുന്തി ദേവിയുടെ പ്രാർത്ഥനകളും പരീക്ഷിത് മഹാരാജാവിന്റെ ത്രാണനവും എന്നാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കുന്തി ദേവിയുടെ പ്രേയേഴ്സ് വരുന്നത് ഈ അധ്യായത്തിലാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകങ്ങളില് കുന്തി ദേവിയുടെ പ്രേയേഴ്സിന് മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമകളെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ശ്രീമദ് ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തില് ഭാഗവതത്തിന്റെ തന്നെ മഹിമകൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്യാൻറ്റോയിലും പലയിടത്തുമായിട്ടും ഭാഗവതത്തിന്റെ ഗ്ലോറീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു ശ്ലോകം നമുക്കിന്ന് കേൾക്കാം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകം അമലജ്ഞാനം പരം ഗീയത്തെ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തത്ശൃണ്വൻ സുപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേ നരഃ. ശ്രീമദ് ഭാഗവതം പുരാണം അമലം യത് വൈഷ്ണവാന പ്രിയം. അതായത് ശ്രീമദ് ഭാഗവതം കളങ്കരഹിതമായ പുരാണമാണ്. അത് വൈഷ്ണവർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ യസ്മിൻ പാരമഹംസമേകം അമല ജ്ഞാനം പരം ഗീയത്തെ. അത് പരമഹംസന്മാരുടെ പരിശുദ്ധവും പരമോന്നതവുമായ ജ്ഞാനത്തെ വിവരിക്കുന്നു. ശ്രീമദ് ഭാഗവതം നമ്മളെ എല്ലാ ഭൗതിക കർമ്മങ്ങളിൽ നിന്നും മുക്തരാക്കാനുള്ള മാർഗത്തെ പ്രദാനം ചെയ്യുന്നു. അതായത് നൈഷ്കർമ്മ്യം ആവിഷ്കൃതം എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്? ജ്ഞാന വിരാഗ ഭക്തി സഹിതം. അതായത് അതീന്ദ്രജ്ഞാനത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഭക്തിയുടെയും പ്രകൃതികളിലൂടെയാണ് ശ്രീമദ് ഭാഗവതം നൈഷ്കർമ്മ്യത്തിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം നമ്മൾ ശ്രദ്ധാപൂർവം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ഭക്തിപൂർവം യഥാവിധി ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവരുമാണ് തീർച്ചയായും മുക്തി ലഭിക്കുന്നതാണ്. തത് ശൃണ്വൻ സുഭടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേ നരഃ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഭാഗവതം ശ്രവണം അല്ലെങ്കിൽ ഭാഗവതം ഒരു സേവ നമ്മള് ഈ ഒരു മൂഡിലൂടെ ഭാഗവതത്തിന്റെ മഹിമകൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തിന്റെ പൊട്ടൻസി മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തിനെ സേവിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ ഈ ശ്ലോകത്തില് നമ്മൾ കണ്ടു സുത ഗോസ്വാമിയാണ് ഇവിടുത്തെ സ്പീക്കർ. സുത ഗോസ്വാമി പറയുകയാണ്, ശൗനകാദികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവര് നേരത്തെ ചോദിച്ചിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പാസ്റ്റ് ടൈംസിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂത ഗോസ്വാമി ഇവിടെ പറയുന്നത് എന്താണ്? കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് രണ്ട് ഫാമിലീസ് തമ്മിലുണ്ടായിരുന്ന, രണ്ടുപേരും കുരുവംശത്തിൽ തന്നെയുള്ള ഗ്രൂപ്പുകളാണ് അല്ലെ, പാണ്ഡവരും കൗരവരും. അപ്പൊ ആ യുദ്ധത്തിൽ മരണപ്പെട്ടവരും ഇവർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നവർ, ഇവർക്ക് അറിയാവുന്നവർ, അവരുടെ ബന്ധുക്കളും മിത്രാദികളും ഒക്കെ ആയിരുന്നു. ശബ്ദം കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ? ഒരു മെസ്സേജ് കണ്ടു ഫീബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുരുക്ഷേത്ര യുദ്ധത്തില് മരണപ്പെട്ടവരെല്ലാം തന്നെ ബന്ധുമിത്രാദികളായിരുന്നു. അപ്പോ ആ കുടുംബം ഒന്നടങ്കം മരണപ്പെട്ട ആൾക്കാരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് ഗംഗയിലേക്ക് പോകുന്നതാണ് ഇതിൽ വിവരിച്ചിരിക്കുന്ന ഒരു സീൻ. അപ്പൊ അവരെങ്ങനെയാണ് പോയത്? അവർ പോകുമ്പോൾ സ്ത്രീകൾ മുന്നിലും പുരുഷന്മാർ പിന്നിലുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദർ പർപ്പോട്ടിൽ പറയുന്നത് ഇപ്പോഴും ഹിന്ദു സമൂഹത്തിൽ ഈ ഒരു ആചാരം നടക്കുന്നുണ്ട്. ഒരു ഘോഷയാത്ര പോലെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ഗംഗയിൽ പോയി സ്നാനം ചെയ്യുകയും തർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ സ്ത്രീജനങ്ങളാണ് ആദ്യം ഗംഗയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മുന്നിൽ പോകുന്നത് സ്ത്രീജനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു അനുശാസനം ഇവര് വർത്തിക്കുന്നത് എങ്ങനെയാണത് വൈദിക നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഈ കുടുംബത്തിൽ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും ഉള്ളത്. അതുകൊണ്ട് ഭഗവാനും ഇവരുടെ ഒപ്പം ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പോവുകയും അവരെ സമാധാനിപ്പിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എല്ലാം അറിയുന്നതാണ്. ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതല്ല. പക്ഷേ ഭഗവാൻ അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറായി അവർക്കൊപ്പം ആ ലീലയിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ പരേതാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന രീതിയിൽ നമ്മൾ പല എന്താ പറയുക ശാസ്ത്രങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയിൽ തന്നെ ആദ്യത്തെ അധ്യായത്തില് അർജുനൻ തനിക്ക് യുദ്ധം ചെയ്യാൻ മനസ്സില്ല. അതുകൊണ്ട് എന്താണ് കാരണം? യുദ്ധത്തിൽ മരിക്ക പോകുന്നതെല്ലാം തന്റെ തന്നെ ബന്ധുക്കളും മിത്രങ്ങളും ഗുരുതുല്യരായ ജനങ്ങളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ തനിക്ക് താനായിട്ട് അത് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറണം എന്ന താല്പര്യത്തോടു കൂടി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാനോട് അനേകം കാരണങ്ങൾ പറയും. അപ്പൊ അതിൽ ഒരു കാരണം ഇതാണ്. എന്താണ്? യുദ്ധമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ യുദ്ധത്തിൽ ഒരുപാട് പുരുഷന്മാർ കൊല്ലപ്പെടുകയും അവരുടെ സ്ത്രീകളും കുട്ടികളും അനാഥരാവുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ സ്ത്രീകൾ ദൂഷിതരാകാനും പിന്നെ വർണ്ണസങ്കരം സംഭവിക്കാനും അൺവാണ്ടഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താണ് ചെയ്തെന്നോ ആചാരങ്ങൾ എന്തെന്നോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവര് കാരണം കുലത്തിന് ക്ഷയമുണ്ടാകും. കുലജ്ഞാനം. മാത്രമല്ല അവര് പിതൃക്കൾക്കുള്ള പിണ്ടോദക ക്രിയകളൊന്നും അവര് ചെയ്യാത്തത് കാരണം പിതൃക്കൾക്ക് പോലും അതുകൊണ്ട് എന്താ പറയാ ഫോൾ ഡൗൺ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത 1-ാമത്തെ അധ്യായത്തില് 41-ാമത്തെ ശ്ലോകം. സങ്കരോ നരകൈവ കുലജ്ഞാനം കുലസ്യ ച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദകക്രിയ. പതന്തി പിതരോ ഹി ഏഷാം ലുപ്തപിണ്ഡോദകക്രിയ എന്ന് പറയുന്നത്. അതായത് പിണ്ഡോദക ക്രിയകൾ, ജലവും പിണ്ഡവും ഓഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് അത് അവര് നിർത്തലാക്കുകയും അങ്ങനെ പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ പിതൃക്കൾ അസ്വസ്ഥരാവുകയും അവരുടെ എന്താ പറയാ ആധ്യാത്മിക അല്ലെങ്കിൽ അവരുടെ പുരോഗതി തടസ്സപ്പെടുകയും അവർക്കും ച്യുതി സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പർപ്പോട്ടില് ചില പ്രഭുപാദര് വ്യക്തമായി പറയുന്നുണ്ട് ഈ പിണ്ഡോദക ക്രിയകളെ പറ്റിയൊക്കെ. എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അതായത് കർമ്മകാണ്ഡത്തിലെ ആക്ടിവിറ്റീസിൽ പ്രകാരമാണ് ഈ പിണ്ഡോദക ക്രിയകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യുന്നത് എന്തിനാണ്? പിതൃക്കൾ നമുക്ക്
എല്ലാവർക്കും 5 തരത്തിലുള്ള കടങ്ങളുണ്ട്. അല്ലെ? ദേവർഷി ഭൂതാത്ത നൃണാം പിതൃണാം. ദേവന്മാരോട്, ഋഷിമാരോട്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള മറ്റു ലിവിങ് എൻറ്റിറ്റീസിനോട്, കുടുംബത്തിലെ മെമ്പേഴ്സിനോട്, പിന്നെ പിതൃക്കളോട്. അപ്പൊ ഇവരോടൊക്കെയുള്ള കടങ്ങൾ നമ്മുടെ കർത്തവ്യമായി തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായി പിതൃക്കൾക്കുള്ള എന്താ പറയാ യജ്ഞങ്ങൾ അല്ലെങ്കിൽ പൂജകളും തർപ്പണത്തിന്റെ കാര്യങ്ങളും ഒക്കെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അനുശാസിച്ചു പോരുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതുണ്ട്. അത് ഒരു പ്യുവർ കർമ്മിക് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? പിതൃക്കളുടെ ശാപം ലഭിക്കാതെ പിതൃക്കളെ സന്തുഷ്ടരാക്കുക, അവരുടെ പ്രോഗ്രസിനെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ശാപമില്ലാതെ അവരുടെ ബ്ലെസ്സിങ്സിനോട് കൂടി ഇപ്പോൾ ഉള്ള തലമുറകൾ സുഖമായി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ വൈഷ്ണവ രീതിയിലുള്ള പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് വ്യത്യസ്തമാണ്. എന്തെന്നാൽ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മളത് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം വിഷ്ണു പൂജ ചെയ്തിട്ട് വിഷ്ണു പൂജയുടെ പ്രസാദം ആണ് ഈ പിതൃക്കൾക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ, അതൊരു ഓതറൈസ്ഡ് പ്രോസസ്സാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ പിണ്ടദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലം കാരണം, അവർ ചെയ്തിട്ടുള്ള സിൻഫുൾ റിയാക്ഷൻസ് കാരണം ചിലപ്പോൾ അവർക്ക് അടുത്തൊരു ശരീരം തന്നെ കിട്ടാൻ ഒരുപാട് താമസിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരം, അതായത് സട്ടിൽ ബോഡി മാത്രം, ഗോസ്ലി എക്സിസ്റ്റൻസിലായിരിക്കാം ചിലപ്പോൾ ചിലരൊക്കെ. അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ ഈ പിണ്ടദാനം ചെയ്യുന്നതോടുകൂടി അവര് ഭഗവാന്റെ പ്രസാദം അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ സിൻഫുൾ റിയാക്ഷൻസിൽ നിന്നും അവർ ഫ്രീ ആവുകയും അവരുടെ പുരോഗതി, ആ സോളിന്റെ പുരോഗതി തടസ്സമില്ലാതെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ പാണ്ഡവരോടൊപ്പം വന്ന് ഗംഗയിൽ വന്ന് തർപ്പണം ചെയ്യുന്നതായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ നേരിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസിൽ നമ്മൾ കാണുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഇത് ചെയ്യുന്നതിനായി ഗയയിൽ പോകുന്നതായിട്ട്, വിഷ്ണു ഗയയിൽ പോയിട്ട് അവിടെ ചെന്ന് എന്തെല്ലാം ചെയ്യുകയും തർപ്പണം പിണ്ടദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം ഈശ്വരപുരിയെ കാണുന്നതൊക്കെ. അതുപോലെ ചൈതന്യ മഹാപ്രഭു പിന്നീട് ഹരിദാസ് ഠാക്കൂറയുടെ സമാധി, ഹരിദാസ് ഠാക്കൂറെ ഭീഷ്മരെ പോലെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തെന്നാൽ ഇങ്ങനെയാണ്, ഭീഷ്മര് ശരീരം വെടിയുന്ന സമയം അദ്ദേഹത്തിന് എപ്പോ വേണം ശരീരം വെടിയാമെന്നുള്ള ആ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു, തന്റെ ഇച്ഛാനുസരണം. അപ്പൊ അദ്ദേഹം ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ ശരീരം വെടിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് ശരശയ്യയിൽ ഇരുന്നിട്ട് അങ്ങനെ ഭഗവാനെ കണ്ടിട്ട്, ഭഗവാനെ തന്റെ ഇഷ്ട രൂപത്തിൽ കണ്ടുകൊണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ട ദേവതാ ഫോം എന്ന് പറയുന്നത് പാർത്ഥസാരഥിയായ കൃഷ്ണനായിരുന്നു ഭീഷ്മർക്ക്. അപ്പൊ അത്തരത്തിൽ ആ രൂപത്തിനെ കണ്ട് മനസ്സ് നിറയെ കണ്ട വളരെ തൃപ്തനായിട്ടാണ് അദ്ദേഹം ശരീരം വെടിഞ്ഞു. ഉത്തരായണം എന്ന് പറയും, ഉത്തരായണം വരെ വെയിറ്റ് ചെയ്തു. അപ്പൊ ഉത്തരായണം എന്ന് പറയുന്നത് ശരിക്കും സൂര്യൻ ഇങ്ങനെ നോർത്തിലേക്ക് ഡയറക്റ്റ്, സൂര്യന്റെ മൂവ്മെന്റ് നോർത്തിലേക്ക് പോകുന്ന ആ ഒരു സമയം എന്നാണ് ടെക്നിക്കൽ എന്താ പറയുക ഡെഫിനിഷൻ. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ഉത്തരായണത്തിന് മറ്റൊരു അർത്ഥമുണ്ട്. ഉത്തരയെ രക്ഷിച്ചയാൾ, ഉത്തരയുടെ നേർക്ക് ഇത് വരുമ്പോഴത്തേക്കും, ബ്രഹ്മാസ്ത്രം വരുമ്പോഴത്തേക്കും ഉത്തരയുടെയും ആ കുഞ്ഞിന്റെയും നേർക്ക് അവിടെ രക്ഷിക്കാൻ വന്ന ഭഗവാനെയാണ് അവിടെ ഉത്തരായണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടു വിധത്തിലും ഉത്തരായണം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭീഷ്മദേവര് അദ്ദേഹത്തിന്റെ ശരീരം വെടിഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ചൈതന്യ മഹാപ്രഭു, ഹരിദാസ് ഠാക്കൂറും. ചൈതന്യ മഹാപ്രഭുവിന്റെ പാസ്റ്റ് ടൈംസിൽ ഹരിദാസ് ഠാക്കൂറിനോട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. നാമാചാര്യരായിട്ടാണ് അദ്ദേഹത്തിനെ വാഴിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം ആഹാരം കഴിക്കുന്നില്ലായിരുന്നു. കാരണം തന്റെ നാമജപം മുഴുവൻ തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയും, ഇല്ല, ഇത്രയും വയസ്സായില്ലേ, ക്ഷീണിച്ചില്ലേ, സാരമില്ല, അത്രയും ജപത്തിലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള എന്താണ് പറയാ ഭക്തവൃന്ദത്തിനോട് അവിടെ ചെന്നിരുന്ന് ഇദ്ദേഹത്തിന്റെ ഗ്ലോറീസ് ഒക്കെ പറഞ്ഞ് അത് കേട്ട് അങ്ങനെ ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മടിയിൽ ഇരുന്നിട്ടാണ് എന്താ പറയാ ശരീരം വെടിയുന്നത്. അപ്പൊ അങ്ങനെ ശരീരം വെടിഞ്ഞതിന് ശേഷം
ചൈതന്യപ്രഭു സ്വയമാണ് ഹരിദാസ് ഠാക്കൂറിനെ എടുത്തുകൊണ്ട് വന്ന് സമാധി ഇരുത്തുന്നത്. അപ്പൊ ആ ഒരു പാസ്റ്റ് ടൈം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. അതൊരു ആഘോഷം എന്നുള്ള രീതിയിൽ, കാരണം ഇദ്ദേഹം ഭഗവാന്റെ ഒരു വളരെ അടുത്ത ഭക്തനാണ്. അദ്ദേഹം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനൊരു ഫെസ്റ്റിവൽ പോലെ, അതിൽ വളരെ വിഷമമുള്ള കാര്യമുണ്ട്, അസോസിയേഷൻ കിട്ടുന്നില്ല എന്നുള്ള വിഷമം. അതേസമയം അദ്ദേഹം ധാമത്തിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തോടു കൂടി ഹരിനാമം ജപിച്ചുകൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ടാണ് അവര് വരുന്നതും. ഒരു വലിയ പ്രൊസഷനായിട്ട് ആണ് കൊണ്ടുവരുന്നതും. പിന്നെ മറ്റ് എന്താ പറയാ, കടൽ തീരത്ത് കൊണ്ടുവന്ന് വലിയ കുഴിയൊക്കെ എടുത്ത് അതിനകത്തേക്ക് അദ്ദേഹത്തിന് വെക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് അതുപോലെ ജഗന്നാഥ് മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദവും ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള ഡ്രസ്സസും പിന്നെ രഥയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സിൽക്കിന്റെ എന്താ പറയാ റോപ്പ്, വടം, അതും അങ്ങനെയുള്ള വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, ഗംഗാജലം തുളസിയും ഒക്കെ വെച്ചിട്ടാണ് ഹരിദാസ് ഠാക്കൂറയുടെ ആ ലാസ്റ്റ് ജേർണി അവര് പറഞ്ഞയക്കൽ അല്ലെങ്കിൽ ആ ഫൈനൽ റൈറ്റ്സ്, അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുമായി അനുബന്ധപ്പെട്ട് ഗുരുമഹാരാജിന്റെ ക്ലാസ്സുകളിൽ ഗുരുമഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ഒരാള് ജീവൻ വെടിയുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, നമ്മള് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ടൊക്കെ അവരുടെ ഫൈനൽ റൈറ്റ്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്താണ് അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന്. അതായത് നാമജപത്തോടു കൂടി തന്നെ അത് ചെയ്യണം. കൊണ്ടുപോകുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഹരിനാമജപം ജപിച്ചുകൊണ്ടേ ചെയ്യണം. പിന്നെ ആ ശരീരം ദഹിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ സമാധി എത്തുമ്പോഴോ ഒക്കെ ഭഗവാനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ശരീരത്തോടൊപ്പം ചേർക്കണം. ഇപ്പൊ തുളസിയുടെ മഹിമകൾ പറയുന്നുണ്ട്, തുളസിയുടെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ, ഒരു തുളസി കമ്പിന്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ വെച്ച് ആ ശരീരത്തിനെ ദഹിപ്പിക്കുകയാണെങ്കിൽ ആ ആത്മാവ് തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് എത്തുന്നതാണ്, എത്ര തന്നെ പാപിയായിരുന്നാലും. അത് തുളസിയുടെ മഹാത്മ്യം കൊണ്ടാണ്. അപ്പൊ അതുപോലെ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ആ ഫൈനൽ യാത്ര അയപ്പ് നടത്തേണ്ടതെന്ന്. ഇപ്പൊ ശ്രീ വൈഷ്ണവരുടെ സിസ്റ്റത്തിലും ഒക്കെ ഇതുപോലെ അവര് പാലിക്കാറുണ്ട്. പിന്നെ ഭഗവാന്റെ മഹാഗാർലൻസ്, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭഗവാൻ ഓഫർ ചെയ്തിട്ടുള്ള പൂമാലകളൊക്കെ നമുക്ക് ഈ ബോഡിയോടൊപ്പം വെച്ച് അയക്കാവുന്നതാണ്. കാരണം അതെല്ലാം അദ്ദേഹത്തിന് ആ ഒരു ആത്മാവിന് അദ്ദേഹത്തിന്റെ യാത്രയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഇടത്തേക്ക് എത്താനുള്ള ഒരു മാർഗമാവുകയാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മളത് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ തന്നെ മറ്റൊരു പാസ് ടൈം കൂടിയുണ്ട് രാമായണത്തിലുള്ളത്, ജടായുവിന്റെ എന്താ പറയാ മോക്ഷം എന്ന് പറയുന്നത്, ജടായു മോക്ഷം. അപ്പൊ ജടായു എന്താ പറയാ, രാവണൻ സീതയും കൊണ്ട് പോകുന്ന കാണുമ്പോൾ അവരെ തടയാൻ ചെല്ലും. അപ്പൊ തടയാൻ ചെല്ലുമ്പോൾ സീതാദേവി ജടായുവിനെ നോക്കുമ്പോൾ വളരെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, അറിയാം. പക്ഷെ സീതാദേവി ഒരു ക്ഷത്രിയ ഇതിലായത് കാരണം സീതാദേവി ഒന്ന് മനസ്സുകൊണ്ട് ഓർത്തു നോക്കും, ഈ ജടായുവിന്റെ ശക്തിയും രാവണന്റെ ശക്തിയും കൂടെ മാച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പം നോക്കുമ്പോഴത്തേക്ക് ഇല്ല, ജടായു വളരെ വീക്കാണ്, വയസ്സായതാണ്. പക്ഷെ രാവണനാകട്ടെ വളരെ യൂത്ത്ഫുൾ ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസുരനാണ്, ഡീമണാണ്, രാക്ഷസനാണ്. അപ്പൊ എന്തായാലും ജടായുവിന് ചിലപ്പം മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് സീതാദേവി ജടായുവിനോട് പറയും, വേണ്ട, നീ എതിർക്കാൻ നിൽക്കണ്ട, അങ്ങ് എതിർക്കാൻ നിൽക്കണ്ട, പക്ഷെ ശ്രീരാമനോട് പറഞ്ഞാൽ മതി, എന്നെ ഇയാള് പിടിച്ചോണ്ട് പോയ കാര്യം ആ ഇൻഫർമേഷൻ അങ്ങോട്ട് ഇൻഫോം ചെയ്താൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യണ്ട, അതാണ് സേവ എന്ന് പറയും. പക്ഷെ ജടായുവിന്റെ അത് പറ്റില്ല. ജടായു എന്താ പറയാ, സീതാദേവിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താ പറയാ, തന്റെ ശരീരത്തിന് എന്ത് തന്നെ സംഭവിച്ചാലും സാരമില്ല എന്ന് കരുതി അദ്ദേഹം രാവണനുമായിട്ട് യുദ്ധത്തിൽ രാവണനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരും. അപ്പൊ അത് കുറച്ച് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഫൈനലി നമുക്കറിയാം, ചിറകുകളൊക്കെ അരിഞ്ഞ് ജടായി താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സീതാദേവി വളരെ വിഷമത്തോടു കൂടി ആണ് അവിടുന്ന് ജടായുവിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്ക് രാവണൻ മുടിയിൽ പിടിച്ച് കൊണ്ടുപോകുന്നതായിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജടായു അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തും അദ്ദേഹം നാമജപം, ശ്രീരാമന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. വളരെ ശക്തിയൊക്കെ ക്ഷയിച്ച ഒരു അവസ്ഥയിലാണെങ്കിലും നാമജപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ആണ് ഇരിക്കുന്നത്.
അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ രാമനും ലക്ഷ്മണനും എത്തും. അപ്പൊ അവര് വരുമ്പം ആ സ്ഥലം അവിടെയൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ ഒരു യുദ്ധം ചെയ്തതിന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവര് വിചാരിക്കും ഇവിടെ വെച്ചാണോ ഇനി സീതാദേവിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചൊരിത്. അപ്പം പെട്ടെന്ന് ഇത് ജടായു ആണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ജടായുവിനെ നോക്കിയിട്ട് ഇതായിരിക്കാം ആ രാക്ഷസൻ എന്നുള്ള രീതിയിൽ അമ്പെടുക്കും. അമ്പ് ചെയ്യാനായിട്ട് ശ്രീരാമൻ തയ്യാറാകും. അപ്പം ജടായു ഒന്ന് ആലോചിച്ച് നോക്കണം. ജടായു രാമന് വേണ്ടിയെല്ലാം ചെയ്തു. രാമനാമം ജപിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നേർക്ക് അമ്പാണ് ആദ്യം എടുക്കുന്നത്. അപ്പം എന്നിട്ടും അദ്ദേഹം നാമം ആ ഫീബിൾ ആയിട്ട് നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നാമജപത്തിന്റെ ഇത് വളരെ ചെറിയ ഒച്ചയിലാണെങ്കിലും അത് കേൾക്കുമ്പോൾ ശ്രീരാമൻ എന്താ പറയാ അമ്പ് താഴ്ത്തിയിട്ട് അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇത് ജടായു ആണെന്ന് മനസ്സിലാകുന്നതും പിന്നെ അദ്ദേഹത്തിനെ മടിയിലെടുത്ത് വെച്ച് ഒരു മകൻ ചെയ്യുന്നത് പോലെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് രാമൻ ജടായുവിനുള്ള എന്താ പറയാ ഫൈനൽ റൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു പുത്രൻ ചെയ്യുന്നത് പോലെ തന്നെ ദശരഥനുമായിട്ട് അസോസിയേഷൻ ഉണ്ടായിരുന്ന ആളാണ് ജടായു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജടായു. അപ്പോ ഒരു പിതാവിന് വേണ്ടി പുത്രൻ എന്ത് ചെയ്യുമോ, സുപുത്രൻ എന്ത് ചെയ്യുമോ അതുപോലെ എല്ലാം രാമലക്ഷ്മണന്മാർ ജടായുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത ദഹിപ്പിക്കുന്ന സമയത്ത് എന്താ പറയാ വേണ്ടതായിട്ടുള്ള ഹിംസ് ഒക്കെ വേദങ്ങളിലുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടുകയും അദ്ദേഹത്തിന് ബ്ലെസ്സിങ്സോടുകൂടി ഭഗവാൻ ബ്ലെസ്സിങ്സോട് കൂടിയാണ് അദ്ദേഹത്തിന് പറഞ്ഞു വിടുന്നത്. അപ്പൊ നമ്മൾ അതൊരു സ്പെഷ്യൽ കേസായിട്ട് കാണാം. കാരണം സാധാരണഗതിയിൽ ഈ അന്ത്യേഷ്ടി കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ നരദേഹം കിട്ടിയിട്ടുള്ളവർക്കാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു പക്ഷിക്കാണ് അദ്ദേഹം ഇത് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ശരീരം മാത്രമല്ല ബോഡി, മൈൻഡ് ആൻഡ് വേർഡ്സ് എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചിട്ടാണ് ആ മരണത്തിനെ ഏറ്റുവാങ്ങിയത്. അത് വേണ്ടാന്ന് വെക്കാനായിട്ട് സീതാദേവിയും പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ട് അത് ചെയ്തത് കാരണം അദ്ദേഹം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു നഷ്ടമായിരുന്നു. അല്ലെങ്കിൽ ഒരു യുദ്ധത്തില് പൊരുതി തോറ്റുപോയതാണ്, തോൽവിയായിരുന്നു. പക്ഷേ എക്സ്റ്റേണലി തോൽവിയാണെങ്കിലും സ്പിരിച്വലി അതൊരു വലിയ വിക്ടറി ആയിരുന്നു. കാരണം ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശരീരത്യാഗം ചെയ്യാനും ഭഗവാന്റെ കൈകൾ കൊണ്ട് അന്ത്യേഷ്ടി കർമ്മങ്ങൾ ലഭിക്കാനും ബ്ലെസ്സിങ്സോടുകൂടി ലിബറേറ്റഡ് ആകാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ ജടായുവിനെ ആത്മനിവേദനത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടും പറയാറുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റില്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഈ പിണ്ടദാനം നമ്മള് കാണുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും രാമനും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവരൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കോൺഷ്യസ്നെസ് എങ്ങനെയായിരുന്നു? എനിക്ക് അല്ലെങ്കിൽ പലരും പിണ്ടദാനം ചെയ്യുന്നത് അത് ഫാമിലിക്ക് ദോഷം വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ ശരിക്കും അത് ചെയ്യുന്നത് ആ ഒരു ആത്മാവിന്റെ സദ്ഗതിക്ക് വേണ്ടിയിട്ട്, ആ ആത്മാവിനെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ് ഇതിനെ അഫക്ട് ചെയ്യും. അതായത് ഒരു മരണം കഴിഞ്ഞിട്ട് വിലാപം, ഇവിടെയും പറയുന്നുണ്ട് വിലാപയാത്രയായിരുന്നു. വിലാപയാത്ര തന്നെ പലതരത്തിലുണ്ട്. പല നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ച് പലതരത്തിലുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ മരണം ആരുടെയെങ്കിലും വളരെ അടുത്തുള്ളവരുടെ ഒരു മരണം വരുമ്പോൾ ഇമോഷണലി വളരെ ചലഞ്ചിങ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ വളരെ ഡിപ്രസ്ഡ് ആയി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി എന്റെ കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ സപ്പോർട്ട് പോയി, എന്റെ ഇത് പോയി, എന്റെ എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിൽ കംപ്ലീറ്റ്ലി എന്താ പറയാ ഡിപ്രസ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നോ നമ്മുടെ കർത്തവ്യം എന്താണെന്നൊക്കെ മറന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ, വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് എന്താ പറയാ തമോ ഗണത്തിലുള്ള ഒരു വിലാപമാണെന്നാണ് പറയുന്നത്. കർത്തവ്യം പൂർണ്ണമായും ഒന്നും ചെയ്യാതെ വിഷമത്തിൽ മാത്രം ഇരിക്കുന്നത്. പിന്നെ ചിലരെന്ത് ചെയ്യും? വിഷമത്തിലായിരിക്കാം, കുറച്ച് സമയം നമ്മൾ എന്താ പറയാ വിലാപത്തിലൂടെ നമ്മൾ അഡ്ജസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ ആ സത്യം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇന്ന ആള് നമ്മളെ വിട്ടുപോയി, അവരെ ഫിസിക്കൽ അസോസിയേഷൻ നമുക്കിനി ലഭ്യമല്ല എന്നൊക്കെ. പിന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തു പോകും. അത് പാഷനേറ്റ് ആയിട്ടുള്ളവർ. ഗുഡ്നെസ് മോഡിലുള്ളവർ എന്താ ചെയ്യാം? ആ ഒരു സോള് പോയതിന്റെ അസോസിയേഷൻ നഷ്ടമായതിന്റെയും ഒക്കെ വിഷമം ഉണ്ടാവും. അതിൽ നിന്നും എന്താ പറയാ റിക്കുപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു സമയം, ഒരു മോർണിംഗ് പീരീഡ് ഒക്കെ ഫോളോ ചെയ്യും. പക്ഷെ അതിനൊപ്പം തന്നെ എന്താണ് ആ വ്യക്തിക്ക് വേണ്ടി
നമുക്കുണ്ടായിരുന്ന സ്നേഹ ആദരവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ സദ്ഗതിക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത്, ഇപ്പൊ പറഞ്ഞതുപോലെ പിണ്ടോദക ക്രിയകളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് ശരിയായ രീതിയിൽ എന്താ പറയാ ഭഗവാനെ സെന്റർ ആക്കിക്കൊണ്ട്, അതായത് വൈഷ്ണവ രീതിയിൽ ഭഗവാനെ പൂജ ചെയ്തുകൊണ്ട് അതിന്റെ പ്രസാദം ഇവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ ചെയ്യും. അതാണ് ശരിക്കും മോഡ് ഓഫ് ഗുഡ്നെസ്സിലുള്ള അല്ലെങ്കിൽ ഉള്ള എന്താ പറയാ വിലാപം അല്ലെങ്കിൽ ആഫ്റ്റർ അന്ത്യേഷ്ടി കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെയും ഫോളോ ചെയ്യുന്നത് ഈ രീതിയിലാണ്. നമ്മള് എന്താ പറയാ ഇത് ഓരോ മരണം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മരണം നമുക്ക് ആരുടെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മളപ്പോ റിയലൈസ് ചെയ്യുന്നത് അവര് മിസ്സാവുന്നു, അവരുടെ അസോസിയേഷൻ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് മരണത്തെക്കുറിച്ചൊരു ചിന്ത എല്ലാവരിലും വരും, അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഭൗതിക ലോകം എത്ര താൽക്കാലികമാണ്, നമ്മുടെ ലൈഫ് എത്രത്തോളം നൈമിഷികമാണ്, ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്ത എല്ലാവരിലും വരും. പിന്നെ ഈ സോളിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ സോളിന് നല്ലത് വരുത്താം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വൈഷ്ണവ രീതിയിൽ ഭഗവത് പ്രസാദത്തോടു കൂടി ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് നാമജപത്തോടു കൂടി നമുക്ക് അങ്ങനെയുള്ള യാത്രയപ്പ് കർമ്മങ്ങളൊക്കെ ചെയ്യാം. ഇത് ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മള് എന്താ പറയാ ഗുരുമഹാരാജ് നമ്മുടെ ഇവിടെ പണ്ട് ഇനിഷ്യേഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പലർക്കും ഭഗവാനെ നമിക്കാൻ പറഞ്ഞാൽ, ഭഗവാനെ നമസ്കരിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വൈഷ്ണവരുടെ കാര്യമല്ല, പൊതുജനങ്ങൾക്ക് അവർക്ക് ഭഗവാൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സേവിക്കണമെന്നൊന്നുള്ള ചിന്തയൊന്നും വരില്ല. അതിന്റെ ആവശ്യം എന്താണ്, അത്തീസ്റ്റിക് നേച്ചർ എന്നൊക്കെ പറയാം. അപ്പൊ അവരൊരിക്കലും ഭഗവാനെ നേരിട്ട് നമിക്കാൻ ചിലപ്പോൾ തയ്യാറാവണമെന്നില്ല. പക്ഷേ മരണരൂപത്തിൽ വരുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, മൃത്യു സർവഹരശ്ചാഹം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ ഭക്തർക്ക് ഭഗവാൻ എന്താ പറയാ മരണത്തിന്റെ രൂപത്തിൽ, മൃത്യു രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പം എല്ലാം അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നത് എല്ലാം നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് അവർക്ക് തലകുനിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ ഗുരുമഹാരാജ് ചോദിച്ച ഇതാണ്, നിങ്ങൾക്ക് ഭഗവാൻ തലകുനിക്കാനുള്ള, ഭഗവാന്റെ മുന്നിൽ നമ്മൾ എന്താ പറയാ ഹമ്പിളായി അല്ലെങ്കിൽ ഭഗവാനെ ഒബേസൻസസ് ചെയ്യുന്നത് ഭഗവാൻ എന്ന രീതിയിൽ ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഒക്കെ കേട്ട് ഒരു സേവന മനോഭാവത്തോടു കൂടി ചെയ്യണമോ, അതോ മരണം എന്ന രീതിയിൽ മരണത്തിന്റെ രൂപത്തിൽ ഭഗവാൻ വരുമ്പോൾ അപ്പോ ചെയ്യണമോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും കീഴടങ്ങിയേ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് എപ്പോ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു എന്താ പറയാ ഡിവോട്ടീസിന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നതും ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലും ഒക്കെ കിട്ടുന്ന ട്രെയിനിങ് ഇതാണ്. നമ്മുടെ ആത്മാവിന്റെ എറ്റേണൽ നേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പററി നേച്ചർ, അല്ലെ? പിന്നെ ജനിക്കുന്നവർക്കെല്ലാം മരണമുണ്ട്. ധ്രുവം ജന്മ മൃതസ്യ ച എന്ന് പറയില്ലേ? അപ്പം മരിക്കുന്നവർക്ക് ജന്മമുണ്ട്. എപ്പോ ഏത് കണ്ടീഷനിലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം മരണത്തിന് പുറകെ അല്ല, ജനനത്തിന് പുറകെ എന്തായാലും തീർച്ചയായിട്ടും ഒരു മരണം ഉണ്ടാകും. നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആക്ച്വലി മരണത്തിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കൂടുതൽ കൂടുതൽ. അപ്പൊ ഇത് സാധാരണ ജനങ്ങൾ ഇതൊരു ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു നോട്ടായിട്ടായിരിക്കും മനസ്സിലാക്കുക. പക്ഷേ വൈഷ്ണവർ അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വൈഷ്ണവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരം, നരദേഹം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പം അത്തരത്തിലൊരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. ഭാഗവതം 11ാമത്തെ സ്കന്ധത്തിലുള്ള ശ്ലോകമാണ്. നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേത് സ ആത്മഃ. നൃദേഹമാദ്യം സുലഭം സുദുർലഭം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു നേട്ടമാണെങ്കിലും അത് പ്രകൃതി നിയമങ്ങളാൽ സ്വാഭാവികമായി ലഭിച്ചിട്ടുണ്ട്.
സുലഭം സുദുർലഭം, ദുർലഭമാണെങ്കിലും അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയുള്ളതാണ്? ജീവിതത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും നൽകാൻ കഴിവുള്ളതാണ്. ഈ മനുഷ്യ ശരീരത്തെ ഒരു പ്ലവം സുകൽപ്പം എന്ന് പറയുന്നുണ്ട്. പ്ലവം എന്ന് പറഞ്ഞാല് എന്താണ്? ബോട്ട്, വഞ്ചി. സുകൽപ്പം എന്ന് വെച്ചാൽ അതിന്റെ ഉത്തമമായ രീതിയിൽ പെർഫെക്റ്റ്ലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ട്. പെർഫെക്റ്റ്ലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു വഞ്ചി എന്തിനാണ്? നമുക്ക് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അപ്പൊ ഏതൊക്കെ ഈ രണ്ട് കരങ്ങൾ? ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും. അപ്പൊ ഇവിടെ നിന്ന് അവിടെ എത്താനുള്ള ഒരു ഉപകരണമാണ് ഈ ഒരു ശരീരം. അപ്പൊ ഉപകരണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലേ, പോകാൻ അറിയണം. അപ്പൊ അതിനാരാ ഉള്ളത്? ഗുരു കർണധാരം. ആധ്യാത്മിക ഗുരു കർണധാരനായിട്ട് അല്ലെങ്കിൽ കപ്പിത്താനായിട്ടും ഭഗവാന്റെ ഉപദേശങ്ങൾ ഭഗവാൻ മയാനുകൂലേന നഭസ്വരത്തി തിരം എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഉപദേശങ്ങൾ അനുകൂലമായ കാറ്റായിട്ടും വർത്തിക്കും. അപ്പൊ നമ്മുടെ ശരീരം ഒരു വഞ്ചിയായിട്ടും അതിലെ ആധ്യാത്മിക ഗുരു, നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ, അതിന്റെ കപ്പിത്താനായിട്ടും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുകൂലമായിട്ടുള്ള കാറ്റായിട്ടും അതിൽ വർത്തിക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ ശരീരത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തു നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് എത്താനുള്ള ഒരു ഉപകരണമായി ഈ ശരീരത്തിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ വാല്യുബിൾ ആയിട്ടുള്ള മനുഷ്യജന്മത്തെ നമ്മൾ ഈ ഭവസാഗരം ക്രോസ് ചെയ്യാൻ, ഭവാബ്ദി ക്രോസ് ചെയ്യാൻ ഉപയോഗിച്ചില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരുവൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആത്മഘാത എന്നാണ് പറയുന്നത്. ആത്മഹ, കില്ലർ ഓഫ് ദ സോൾ. സോളിനെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ എന്താ പറ്റുക? സോളിന്റെ പ്രോഗ്രസിനെ ഡിലേ ചെയ്യുന്നത് എന്താണ്? അതിനെ കില്ല് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആത്മഹയാണ് ഈ അറിഞ്ഞുകൊണ്ടും ഇത് ചെയ്യാത്തയാൾ. അപ്പോ ഭാഗവതത്തിലും ഉടനീളം ഇതാണ് പറയുന്നത് അല്ലെ? അന്തേ നാരായണ സ്മൃതി. നമ്മുടെ ലൈഫ്, നമ്മുടെ ഓരോ മൊമെന്റും നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഭഗവാന്റെ സേവ ചെയ്യണമോ മായയുടെ സേവ ചെയ്യണമോ എന്ന്. ആ ചോയ്സിനനുസരിച്ച് നമ്മുടെ കോൺഷ്യസ്നെസ്സും അഫക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഈ ശരീരം വെടിയാം. അപ്പൊ വെടിയുന്ന ആ വേളയിൽ ഭഗവാന്റെ ഓർമ്മ അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാൻ പറ്റണമെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം പ്രാക്ടീസ് ചെയ്താലേ അങ്ങനെ ഒരു ചിന്ത അപ്പൊ നമുക്ക് വരികയുള്ളൂ. അപ്പം ഇത്തരത്തിൽ ഒരു ചെറിയൊരു കഥയും കൂടിയുണ്ട്. അത് രാധേശ്യാം പ്രഭു ഒരു ലെക്ചറിൽ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹ എന്ന് പറയുന്ന അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഭിക്ഷക്കാരന്റെ അവസ്ഥയോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഭിക്ഷക്കാരന് ഒന്നുമേ ഇല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭിക്ഷ എടുക്കാനുള്ള പാത്രം കൂടിയില്ല. അപ്പൊ അയാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കലം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, മൺകലമൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നു. ഇയാൾ വിചാരിക്കും, ഓക്കെ, എനിക്കൊരു പാത്രത്തിന്റെ ആവശ്യമുണ്ടല്ലോ, ഞാൻ ചോദിച്ചു നോക്കാം. അപ്പം ഈ പാത്രക്കാരനോട്, ഈ കലമുണ്ടാക്കുന്ന ആളോട് ഈ ഭിക്ഷക്കാരൻ ചോദിച്ചു, എനിക്കും ഒരെണ്ണം ഉണ്ടാക്കി തരാമോ? അപ്പൊ ഈ പാത്രക്കാരൻ പറയാണ്, ഓൾറെഡി എനിക്ക് ഒരുപാട് ഓർഡർ തീർക്കാനുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തീരട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, വെയിറ്റ് ചെയ്യൂ എന്ന് പറയും. അപ്പം വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത കാരണം ഇയാള് വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചു. വെയിറ്റ് ചെയ്തു. കുറെ മണിക്കൂറുകൾക്ക് ശേഷം എല്ലാം ഇപ്പോൾ ഉള്ള പണിയെല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് വേണ്ട രീതിയിൽ ഒരു ചെറിയ കലം, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത്രയും സമയം അയാൾ വെയിറ്റും ചെയ്തു, കുറെ മണിക്കൂറുകൾ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാള് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഈ കലം നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ആ കലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കയ്യിൽ നിന്ന് അപ്പുറത്തെ കയ്യിലേക്ക് ഇട്ടു, അപ്പുറത്തെ കയ്യിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇട്ടു. പിന്നെ അതിനെ അമ്മാനെ വാടാനൊക്കെ തുടങ്ങി. എന്ത് സംഭവിക്കും? അത് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പൊ എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്യണം, അയ്യോ പൊട്ടിപ്പോയി, ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പൊ അയാൾ വിചാരിച്ചു, ശരി ഒന്നും കൂടെ പോയി ചോദിച്ചു നോക്കാം. പിന്നെയും പോയി ചോദിച്ചു. ഇതേ പ്രക്രിയ അത് 3-4 പ്രാവശ്യം നടത്തുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓരോ തവണയും ഓരോ കലവും കിട്ടുന്നുണ്ട്. കുറെ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. കാരണം അയാൾക്കും ദേഷ്യം വരില്ലേ, എത്ര തവണ വെച്ചാൽ കൊടുക്കുക അല്ലേ, കാരണം അപ്പൊ ഇയാൾ പൊട്ടിച്ചതല്ലേ, അത്രത്തോളം ഡിലേ ചെയ്താൽ പിന്നെയും കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇയാൾ പഠിക്കുന്നില്ല. അത് കൈ കിട്ടുമ്പം അതിനെ വെച്ച് കളിക്കാനുള്ള ആ ഒരു താൽക്കാലികമായ ഒരു രസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഉപയോഗത്തിനെ തന്നെ അങ്ങ് മറക്കുകയാണ്, അതിനെ യൂസ്ലെസ് ആക്കി മാറ്റുകയാണ്. അത്ര നേരം വെയിറ്റ് ചെയ്തു, അത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടുന്നത് എന്നൊന്നും ഒരു ചിന്തയും ഇല്ലാതെ തൽക്കാലത്തെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്.
അപ്പൊ അതുപോലെയാണ് ഈ പല ആൾക്കാരും ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫോം കിട്ടിയിട്ടും താൽക്കാലികമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അതിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ശരീരത്തിന്റെ ശരിയായ ഉപയോഗം അവര് ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് അടുത്തൊരു ശരീരം എപ്പോൾ കിട്ടണം എന്ന് അറിയില്ല. അത്രകാലം പ്രകൃതിയിൽ നമ്മൾ ഈ പോട്ടറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്ന പോലെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്തൊരു ശരീരം കിട്ടുക. പക്ഷെ അപ്പോഴും ഇതുപോലെ ചെയ്താൽ ശരിയാവില്ല. നമുക്ക് അങ്ങനെയല്ല. ചില പ്രഭാതരുടെ കൃപ കാരണം എന്താണ് നമ്മുടെ അവസ്ഥ എന്നും നമുക്ക് എങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പെഷ്യൽ മേഴ്സി കാരണം ആ പ്രോസസ്സ് വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. വെറുതെ നന്നായിട്ട് നാമം ജപിച്ചാൽ മാത്രം മതി അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നിരന്തരം ജപിക്കുക. എന്താ പറയാ, ഇതൊന്നുമില്ലാതെ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് ജീവിക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി, നമുക്കും ക്രോസ് ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമാക്കി തന്നിട്ടും നമ്മൾ ഈ ഭിക്ഷക്കാരന്റെ പോലെ തൽക്കാലത്തെ ഒരു സുഖത്തിന്റെ പുറകെ പോയിക്കൊണ്ട് നമ്മുടെ സ്പിരിച്വൽ പ്രയോറിറ്റീസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോ ഈ ശ്ലോകത്തിൽ നമുക്ക് പല പല ആസ്പെക്ട് ഉണ്ടെങ്കിലും അതിൽ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ ഒരു മരണത്തിന്റെ വിലാപം നടത്തുമ്പോഴൊക്കെ എല്ലാവരും മരണത്തെക്കുറിച്ചൊന്ന് ഓർക്കും, റിഫ്ലക്ട് ചെയ്യും. മരണം ഇന്നെവിറ്റബിൾ ആണ്, എന്തായാലും അൺഅവോയ്ഡബിൾ ആണ് അല്ലെ? അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും, ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ കുട്ടികളുടെ കല്യാണം ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ഭയങ്കര പ്ലാനിങ് ആണ്. എല്ലാം പ്ലാൻ ചെയ്ത് കൃത്യമായി എല്ലാം നടത്തിച്ച് എല്ലാ അറേഞ്ച്മെന്റും ചെയ്ത് അത് പെർഫെക്റ്റ് ആയി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. പക്ഷേ നമ്മുടെ മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ചിലരൊക്കെ ഭൗതികമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ? ഭൗതികമായ രീതിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് പെൻഡിങ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വർക്കൊക്കെ ചെയ്യുക, പിന്നെ എന്താ പറയുക, അക്കൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നോമിനി വെക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക, ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ടേക്കൺ കെയർ ഓഫ് ആവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, വില്ല് എഴുതി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവരും ചെയ്തു എന്നിരിക്കും. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ യാത്ര ഈ ബോഡി കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും പോകണമെന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് സുരക്ഷിതമായിട്ടുള്ള നമ്മുടെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തണമെങ്കിൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യാൻ അതിനൊരു പ്രയോറിറ്റി കൊടുക്കണം. അപ്പം ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഒരു കീർത്തനമുണ്ട്, ഭജഹുരേ മന എന്ന് പറഞ്ഞിട്ട്. അതിലെന്താ പറയുന്നത്? ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണരവിന്ദരേ ദുർലഭ മാനവ ജനമ സത്സംഗേ തരോഹോ യേ ഭവ സിന്ധുരേ. ദുർലഭ മാനവ ജനമ സത്സംഗേ. സത്സംഗത്തിലൂടെ നമ്മൾ ഈ മാനവ ജന്മത്തിനെ യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഭവസാഗരം ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിധന യൗവന പുത്ര പരിജന നിധേ കിയാചേ ഭരതി തിരേ കമലദല ജല ജീവന തലമല. അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാല്, എന്താണ്? ഈ ജീവിതത്തിൽ നമുക്കുള്ള സ്വത്ത്, ധനം, യൗവനം, പുത്രൻ, പരിജനം എല്ലാവരെയും നമുക്ക് നഷ്ടപ്പെടും മരണത്തോടു കൂടി. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു താമരയുടെ ഇലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണ്. അതവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എപ്പോ വേണമെങ്കിലും അത് ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാം. അത്രയ്ക്കും എന്താ പറയാ, നൈമിഷികമാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭജഹു ഹരിപദനീതിരേ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമ്മൾ പൂജ ചെയ്യണം, അതിൽ നമ്മൾ ഷെൽട്ടർ എടുക്കണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിന്റെ എന്താ പറയാ, ഗുരുവിന്റെ ഡയറക്ഷനോടുകൂടി ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഒരു നിമിഷം പോയാൽ പോലും നമുക്കത് തിരിച്ച് എത്ര തന്നെ നമ്മൾ ധനം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടാനാവില്ല. അപ്പൊ ഈ പ്രിപ്പറേഷൻ ഫോർ ഡെത്ത് ഇതൊരു ഇമ്പോർട്ടന്റ് ആൻഡ് വാസ്റ്റ് ടോപ്പിക് ആണ്. നമുക്ക് അധികം ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ വൈഷ്ണവര് മരണത്തിന് ഒരിക്കലും ഒരു സ്കേറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭീതിദായകമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. എപ്രകാരമാണോ ഈ സ്കൂളിലെ കുട്ടികൾ ഒരു പിക്നിക്കിന് വേണ്ടി റെഡി ആവുന്നത്,
അവര് പിക്നിക്കിന് പോകുന്ന എന്തിനാ, എല്ലാ കുട്ടികളുടെയും കൂടെ സാധാരണ സ്കൂൾ ലൈഫിൽ നിന്ന് ബോറിംഗ് ലൈഫിൽ നിന്ന് മാറിയിട്ട് വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയി കളിച്ച് തിമിർക്കാനായിട്ടുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് പോവുക അല്ലെ. അപ്പൊ അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതിന്റെ പ്രിപ്പറേഷനും അങ്ങനെ ആയിരിക്കും. അത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം. അപ്പൊ അവര് എത്ര എന്തുസിയാസത്തോടു കൂടിയാണോ അത് ചെയ്യുന്നത്, ആ ഒരു മൂഡിലാണ് വൈഷ്ണവരും മരണത്തിനെ കാണേണ്ടത്. എന്തെന്നാൽ നമ്മള് ഈ ശരീരം, ഈ ഒരു ഇത് കഴിഞ്ഞാൽ, ഈ ബോറിംഗ് ആയിട്ടുള്ള സ്കൂൾ ജീവിതം പോലെ ബോറിംഗ് ആയിട്ടുള്ള ഈ ഭൗതിക എക്സിസ്റ്റൻസ് വിട്ടിട്ട് ഭഗവാന്റെ ധാമത്തിൽ, ഭഗവാന്റെ അസോസിയേഷനിൽ നമുക്കും ഭഗവാന്റെ ലീലകളിൽ പങ്കുചേരാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആ പ്രിപ്പറേഷൻ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. ഭക്തി തീർത്ഥ സ്വാമി മഹാരാജിന്റെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിൽ എന്താണ് ഡൈ ബിഫോർ ഡൈയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീപ്പാണ്. അതിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അപ്പൊ അദ്ദേഹം ഓരോ കാര്യവും പറയുമ്പോൾ, ഇപ്പൊ മഹാരാജിനെ പലർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാരാജിന്റെ ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന് എന്താ പറയാ, അദ്ദേഹത്തിന് പ്രഹ്ലാദ് മഹാരാജിന്റെ പോലത്തെ ഒരു മൂഡായിരുന്നു. എത്രത്തോളം ആൾക്കാർക്ക് എന്താ പറയാ ഡെലിവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെയും ഡെലിവർ ചെയ്യണം, അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നുള്ള ഒരു മൂഡിൽ അദ്ദേഹം ഒരുപാട് ഡിസേബിൾസിനെ ഉണ്ടാക്കി. അവർക്ക് സ്വതന്ത്രമായി വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ഭക്തിയുത സേവനം ചെയ്യാനാകട്ടെ എന്ന് കരുതിയിട്ട് ഒത്തിരി കർമ്മങ്ങൾ അവരുടെ നിന്ന് അദ്ദേഹം ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ അദ്ദേഹത്തിനും ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും എന്താ പറയാ ടെർമിനൽ ആയിട്ടുള്ള ഡിസീസ് വരികയും ക്യാൻസറസ് ആയിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ആ ലാസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കലി ഭയങ്കര സ്ട്രെയിൻ, വളരെ സഫറിങ് ആണ്. പക്ഷേ മഹാരാജ് ഈസ് ഓൺ എ സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. അദ്ദേഹത്തിന് ആ സമയത്തും അത്ര പെയിൻഫുൾ ആയ കണ്ടീഷനിലും അദ്ദേഹം കീർത്തനം ചെയ്യുന്നു. ആ കീർത്തനം ചെയ്യുമ്പം സന്തോഷം കൊണ്ട് കണ്ണീന്ന് ആനന്ദാശ്രുകൾ വരുന്നുണ്ട്. ഇപ്പോഴും വീഡിയോസ് ഒക്കെ കാണാം. ആ സമയത്തും അദ്ദേഹം വൈഷ്ണവരുടെ അസോസിയേഷൻ എടുക്കുന്നു. വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നു. ഒന്നിച്ച് കീർത്തനം ഇനിയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും നാളും എനിക്ക് എന്താ പറയാ നാമം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ടേസ്റ്റുള്ള വ്യക്തിയാണ്, പക്ഷെ നാമത്തിൽ നിന്നുള്ള സ്വാദ്, അതിന്റെ രുചി ഇത്ര മനോഹരമാണെന്ന് എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആ സറണ്ടറിന്റെ പീക്കായിരുന്നു ആ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് അത്രയ്ക്കധികം രുചി, നാമത്തിന്റെ രുചി അത്രയ്ക്കധികം അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റി. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹം എന്താ പറയാ നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജസ് തന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഡൈ ബിഫോർ ഡൈയിങ് എന്ന് പറഞ്ഞിട്ട്. അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരിക്കാനായി പ്രിപ്പയർ ചെയ്യാന്ന്. അപ്പൊ അതിൽ ഫസ്റ്റ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും പറഞ്ഞിട്ടും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ അതുപോലെ തന്നെ വായിക്കുകയാണ്. ആഫ്റ്റർ ഓൾ, death is to remove everything false and secondary. Death is to remove everything false and secondary. അതായത് നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്തിനൊക്കെയോ വില കൊടുക്കുന്നുണ്ട്, അത് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള, ട്രൂലി വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ഒരു ഡെത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ മാത്രമാണ്. അപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ റിമൂവ്ഡ് ആവുകയാണ്. ഡെത്ത് ഈസ് ആഫ്റ്റർ ഓൾ എ പ്രോസസ് ടു റിമൂവ് എവറിത്തിങ് ഫാൾസ് ആൻഡ് സെക്കൻഡറി. പ്രൈമറി ആയിട്ടുള്ള കാര്യം നമ്മുടെ ആത്മാവ് അല്ലെ, സോൾ. അപ്പൊ സോള് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ഡെത്ത്. അതിന്റെ ജേർണി കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദോസ് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് നറിഷ് അവർ സോൾ. നമ്മുടെ ആത്മാവിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഇതിന്റെ ഇല്യൂഷൻ, മായ, കൺഫ്യൂഷൻ എല്ലാത്തിലും പെട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആകാതെ അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആവാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ സോളിനെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ, സോളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഭക്തിയുടെ സേവനം, അതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കാര്യം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഏത് മൂഡിലാണ് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം എനിക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അതിന് ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ദിവസം ഞാൻ ഭഗവാന്റെ സേവ, ഭഗവത് കൈങ്കര്യം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം നൽകിയതിന് ഭഗവാന് നന്ദി. അങ്ങനെ തുടങ്ങുന്നു. ആ ദിവസം അവസാനിക്കുമ്പോഴും എങ്ങനെയാണ്,
ഇന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഭഗവാനെ ഇത് സ്വീകരിച്ചാലും. അതൊരു റിപ്പോർട്ട് പോലെ അല്ലെ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അതെന്താണ്, അതൊരു ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഇനിയും ബെറ്റർ ആക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. സോ പ്രിപ്പയർ ഫോർ എ ഗ്ലോറിയസ് ഡെത്ത്. ഗ്ലോറിയസ് ഡെത്ത് എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്മരണ, കോൺഷ്യസ്നെസിന്റെ എലിവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയി മരിക്കുക എന്നുള്ളതല്ല ഗ്ലോറിയസ് ഡെത്ത്. ലാസ്റ്റ് മൊമെന്റിലും ഭഗവാനെ ഓർക്കാനുള്ള ഒരു അവസരം നമ്മൾ പ്രിപ്പറേഷനിലൂടെ റെഡിയാക്കി എടുക്കണം. അപ്പൊ ആ ഒരു പ്രിപ്പറേഷനിൽ സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള എന്താ പറയാ അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവാക്കാൻ പാടില്ല. ഒരുപാട് ഭൗതികമായ ഒരുപാട് ന്യൂസും മർഡറും എന്തൊക്കെയാണുള്ളതല്ലേ. ഒരു കുടുംബത്തിൽ ഇത്ര പേരെ കൊന്നു, ഇങ്ങനെ കൊന്നു, അങ്ങനെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഭയങ്കരമായ ഡിസ്കഷൻസ് ടി.വിയിൽ പ്രോഗ്രാം, അതിന്റെ എന്താ പറയുക, ഇത് കാണിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തിനാണ് അതൊക്കെ കണ്ട് സമയം കളയുന്നത്? നമ്മുടെ ആത്മാവിനെ നറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ല. നമുക്ക് നേരിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ട് സ്പിരിച്വലി ഉണ്ടെങ്കിൽ നമുക്കത് പോയി ചെയ്യാം. പക്ഷെ അതല്ലാതെ നമ്മളിത് കേട്ടിരിക്കുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ടൈം വേസ്റ്റും ആണ്. അപ്പം ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ അൺനെസറി കാര്യങ്ങൾ, ഇറലവന്റ് ആയിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒഫൻസസ്. നമ്മൾ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് ഒഫൻസസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ഒഫൻസസ് ചെയ്താൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് സ്റ്റാഗ്നേറ്റ് ആവും, അല്ലെങ്കിൽ അത് സ്ലോ ആവുമെന്ന് മാത്രമല്ല, ചില സമയത്ത് ഒഫൻസസ് നമ്മളെ സിൻഫുൾ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെ പുൾ ബാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കാരണം ഒരിക്കലും നമ്മൾ ഒഫൻസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും പരിഹാരം തേടണം. കോൺഷ്യസ്ലി നമ്മൾ ഒഫൻഡ് ചെയ്തവരോട് പോയി മാപ്പപേക്ഷിക്കണം. ചൈതന്യ മഹാപ്രഭു സച്ചിമാതാവിനോട്, സ്വന്തം അമ്മയോട് പോയി പറഞ്ഞു, നിങ്ങൾ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്, വേഗം പോയി അദ്വൈതാചാര്യരുടെ എന്താ പറയാ പാഡൻ അല്ലെങ്കിൽ ഒരു ഫൊർഗീവ്നെസ് വാങ്ങണം എന്ന് പറയും. അപ്പം അദ്വൈതാചാര്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, ഇല്ല സച്ചിമാതാജി എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു വൈഷ്ണവിയാണ്, എന്താണ് ഈ പറയുന്നത്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിമാതാവിനെ അദ്വൈതാചാര്യർ ഗ്ലോറിഫൈ ചെയ്യും. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് അദ്വൈതാചാര്യരുടെ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ എന്താ പറയുക എക്സ്റ്റസിയിലായിപ്പോവും. ആ സമയത്തും ചൈതന്യ മഹാപ്രഭു സച്ചിമാതാവിനോട് പറയും, ഇപ്പമാണ് സമയം. ഇദ്ദേഹം ബോധത്തോട് ഇരിക്കുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ ഒഫൻസ് എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ഒഫൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാദത്തിൽ നിന്നുള്ള ധൂളി എടുത്ത് അതിനുള്ള ഈ ഒഫൻസിന്റെ പരിഹാരം തേടണം. അങ്ങനെ സച്ചിമാതാവ് അത് ചെയ്യും. അപ്പൊ അത്രയും എലിവേറ്റഡ് ആയിട്ടുള്ള, ഇതെല്ലാം ഭഗവാന്റെ തന്നെ പാർഷദന്മാരാണ് അല്ലെ. അവരുടെ ഇടയിൽ അവരിങ്ങനെ ഒരു ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കണം? അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഒഫൻസസ് അത് നമ്മൾ എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്ക് അറിഞ്ഞുകൊണ്ടിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള എന്താ പറയാ ഫൊർഗീവ്നെസ് തേടേണ്ടതാണ്. സിമിലർലി നമ്മളും ചിലപ്പം ചില കാര്യങ്ങൾക്ക് ഒഫൻഡഡ് ആയേക്കാം. മിക്കവാറും നമ്മൾ ഒഫൻഡഡ് ആയിട്ടുള്ളത് നമ്മുടെ ഫോൾസ് ഈഗോ ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിനുള്ള മെച്യൂരിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. മാത്രമല്ല നമുക്ക് അവരോടൊക്കെ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇപ്പം ജഗസാക്ഷി പ്രഭു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലേ, പ്രസാദത്തിന് പോയപ്പോൾ എനിക്ക് മാത്രം പപ്പടം തന്നില്ല, അതുകൊണ്ട് എനിക്ക് അയാളോട് വെറുപ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി പ്രോഗ്രാമിന് പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുമ്പോൾ നമുക്കേ നഷ്ടമുള്ളൂ. അതുപോലെ അങ്ങനെ ഒരു ഗ്രഡ്ജ് വൈഷ്ണവരോട് ഒരിക്കലും വയ്ക്കാനും പാടില്ല. അപ്പൊ അതൊരു ഒഫൻസ് ആണ്. ഒരു വൈഷ്ണവനെ കണ്ടിട്ട് സന്തോഷം തോന്നാതിരിക്കുക, അല്ലെങ്കിൽ സ്മൈൽ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒഫൻസ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോ നമുക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആരോടെങ്കിലും ഒക്കെ നമ്മളെ ഒരുപാട് മിസ്ട്രീറ്റ് ചെയ്തു, ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു മനസ്സിൽ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാവണം. കാരണം എന്താണ്, നമുക്ക് ജീവിതത്തിൽ തന്ന പല പല പാഠങ്ങളിൽ ഒന്നാണ്, പലതും പഠിക്കാനുണ്ടായിരുന്നിരിക്കാം അല്ലെ. അപ്പൊ അത് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ പിന്നെയും നമ്മുടെ കോൺഷ്യസ്നസ്സിൽ ഇങ്ങനെയുള്ള ഡേർട്ട് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അതിനെ അഡ്രസ് ഇറ്റ് വിത്ത് ഫോർഗീവ്നെസ്. അവരെ നമ്മൾ മാപ്പ് നൽകി നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇതങ്ങ് കളയുക. അത്രയും സ്ഥലം ഭഗവാന് വേണ്ടി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ എന്തിനാണ് സ്ഥലം കൊടുക്കുന്നത് അല്ലെ? ഫോർഗീവ് ദം. അതുപോലെ തന്നെ പലരും മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നുന്നത് എന്താ, അവരുമായിട്ടുള്ള ഒരു കുറച്ച് ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാണ്, അല്ലെങ്കിൽ ക്ലോഷർ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പൊ മഹാരാജ് യൂസ് ചെയ്യുന്ന വേർഡാണ് ക്ലോഷർ ഓഫ് റിലേഷൻഷിപ്സ്. അപ്പൊ അത് നമ്മൾ നേരത്തെ സമയത്തിന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത്രയും വിഷമം തോന്നില്ലായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നമുക്ക് അതുപോലെ എന്താ പറയാ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരിക്കാം. ത്രൂ അവർ ലവ്, ത്രൂ ഡിവോഷൻ, ഭഗവാനെ സെന്റർ ആക്കിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ
ക്ലോഷർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ട്രൂലി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള സമയം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഭൗതികമായ രീതിയിൽ പലർക്കുമുള്ള ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. പല പല സ്ഥലങ്ങളിലും പോയി വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യണം, ഇന്ന സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡ് കഴിക്കണമെന്നൊക്കെ ആയിരിക്കാം. ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ജസ്റ്റ് ഗീവ് യു ആർ ഫീലിംഗ് ദാറ്റ് യു ആർ ഹാവിങ് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ ഓർ ലൈഫ്, ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഒരു ട്രൂ സ്പിരിച്വലിസ്റ്റ്, ഒരു ആധ്യാത്മിക രീതിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കില്ല അയാളുടെ പ്രയോറിറ്റി. പക്ഷെ കാരണം ഇതിൻ്റെയൊക്കെ ടെമ്പററി നേച്ചർ തീർച്ചയായിട്ടും അയാൾക്ക് മനസ്സിലാകും. ഈ ഭൗതിക ലോകത്തിന്റെ ഇല്യൂഷറി നേച്ചർ, അതിന്റെ താൽക്കാലിക ക്ഷണികതയും മനസ്സിലാകും. അതുകൊണ്ട് പ്രയോറിറ്റി എന്തായാലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അസോസിയേഷൻ എടുക്കുന്നതും അസോസിയേഷൻ കൊടുക്കുന്നതുമെല്ലാം ഷുഡ് ബി എ ക്വാളിറ്റി അസോസിയേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മൾ എന്താണ്, ദുർലഭ മാനവ ജനമ സത്സംഗേ, സത്സംഗം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു അവസ്ഥയിലും നമ്മൾ സത്സംഗം വെടിയാൻ പാടില്ല. ലൈഫ് ഇസ് ഫോർ സെൽഫ് റിയലൈസേഷൻ. ഏത് മൊമെന്റിലാണെങ്കിലും എപ്പോഴാണെങ്കിലും അല്ലെ. ലാസ്റ്റ് നമ്മുടെ ലൈഫിൽ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ള സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ആ അസോസിയേഷൻ എല്ലാം ക്വാളിറ്റി അസോസിയേഷൻ തന്നെ ആയിരിക്കണം. ക്വാളിറ്റി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയും അവരുടെയും ആധ്യാത്മിക ജീവിതത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരിക്കണം. ഷെയറിങ്, കമ്പാഷനേറ്റ്, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് കൂടുതൽ ഡിറ്റർമിനേഷനോട് കൂടി എന്തൂസിയാസത്തോടു കൂടി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അസോസിയേഷൻ ആയിരിക്കണം. ആൻഡ് ഷെയറിങ് ദ റിയലൈസേഷൻസ്. അപ്പം നമ്മളൊരു നല്ല ഭക്തനുമായിട്ട് നമ്മൾ അസോസിയേഷൻ എടുക്കുമ്പം അവർ റിയലൈസേഷൻ ഷെയർ ചെയ്യുമ്പം നമുക്ക് എന്താണ് പറ്റുന്നത്, നമുക്ക് നമ്മുടെ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കുറച്ചും കൂടെ എന്തൂസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. നമ്മൾ എപ്പോഴും എന്താ പറയുക, കൂടുതൽ കൂടുതൽ ശ്രവണം കേൾക്കണം, അതും പ്യുവർ ഡിവോട്ടീസ് എന്ന് കേൾക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പലതും പെർസീവ് ചെയ്യാൻ പറ്റില്ല. ആചാര്യന്മാരുടെ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉണ്ടാവാം, പക്ഷെ മുഴുവൻ വായിച്ച് അതിന്റെ ഡെപ്തിന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കി തരുമ്പോൾ അത് കുറച്ചുകൂടെ നന്നാവുകയും നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാനും അത് ഫോളോ ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഡൈ ബിഫോർ ഡൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗിരിരാജ് സ്വാമി മഹാരാജിന്റെ ലൈഫ് ഫൈനൽ എക്സാം എന്നൊരു പുസ്തകമുണ്ട്. അതും നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് എങ്ങനെ ഈ പ്രിപ്പറേഷൻ കൊടുക്കാം. ഇപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മുടെ കാര്യം മാത്രമായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, പക്ഷെ അവർ ഡിവോട്ടീസ് അല്ല എങ്കിൽ പോലും നമുക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭക്തിവേദാന്ത ഹോസ്പൈസിനെ പറ്റിയും അവിടുത്തെ കെയറിനെ പറ്റിയും എല്ലാം ഭഗവാനെ സെൻറ്റർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആയത് കാരണം ഡിവോട്ടീസും സെർവ് ചെയ്യാൻ നിൽക്കുന്നവരും ടെമ്പിൾ വരെ അവര് റൂമിൽ കൊണ്ടുവന്ന് ഓൾട്ടർ കൊണ്ടുവന്ന് ദർശനം കൊടുക്കും, പ്രസാദം കൊടുക്കും, കീർത്തനമുണ്ട്. ഭയങ്കര എന്താ പറയാ, വളരെ കൃഷ്ണ കോൺഷ്യസ് ആയ രീതിയിൽ നമുക്ക് ശരീരം വെടിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു എൻവയോൺമെന്റിലാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പ്രിപ്പറേഷൻ ആൻഡ് എന്താ പറയുക സർവീസ് ടു ദോസ് പീപ്പിൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു പാസ് ടൈമോടുകൂടി ഇന്നത്തെ ഇത് ഞാൻ നിർത്താം. ഈ ഒരു പാസ് ടൈമും ചൈതന്യ ചരിതാമൃതയിൽ ഉള്ളതാണ്. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സെർവന്റ് ആയിരുന്നു ഗോവിന്ദ ഘോഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവും കൂടെ യാത്ര ചെയ്യുന്ന വേളയിൽ ചൈതന്യ മഹാപ്രഭു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹരിതകി എന്നുള്ള ഒരു മരുന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതൊരു പച്ചമരുന്നുകളുടെ കൂട്ടാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സെർവന്റ്. അപ്പൊ അദ്ദേഹം പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മഹാപ്രഭുവിന് നൽകി. അദ്ദേഹം അത് സ്വീകരിച്ചു. അടുത്ത ദിവസവും ഇതുപോലെ ചോദിക്കുകയുണ്ടായി. അപ്പൊ അടുത്ത ദിവസം അദ്ദേഹം പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുത്തു. അപ്പൊ മഹാപ്രഭു ചോദിച്ചു, ഇന്നലെ ഇത് കൊണ്ടുവരാൻ ഒത്തിരി സമയം എടുത്തല്ലോ, ഇന്നെങ്ങനെ ഇത്ര വേഗം എത്തി? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഇന്നലെ എനിക്ക് തോന്നിയിരുന്നു വേണ്ടി വരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു, അതാണ് ഞാൻ നൽകിയത്. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്, അപ്പൊ ഈ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാന്നുള്ള മെന്റാലിറ്റി ഗൃഹസ്ഥന്റെ മെന്റാലിറ്റിയാണ്. അപ്പൊ നീ ഇപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി കാണിച്ച സ്ഥിതിക്ക് നീ എന്റെ കൂടെ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. നീ വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായി ഭഗവാന്റെ
എന്താ പറയുക ഡേറ്റി വർഷിപ്പ് ഒക്കെ നടത്തി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അഗ്രദ്വീപിൽ അവിടെ വെച്ച് അങ്ങനെ ഗോവിന്ദഘോഷിന് ഭഗവാന്റെ മഹാപ്രഭുവിന്റെ സർവീസിൽ നിന്ന് മാറ്റും. അപ്പൊ ഗോവിന്ദഘോഷ് ശരി മഹാപ്രഭു പറഞ്ഞതല്ലേ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു കുട്ടി. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഡേറ്റിയും വർഷിപ്പ് ചെയ്യാനായിട്ട് കിട്ടുകയുണ്ടായി, ഗോപിനാഥ് ഡേറ്റി. അപ്പൊ ഈ ഡേറ്റിനെ അദ്ദേഹം ഡേറ്റിയുടെ വർഷിപ്പും ഒക്കെ ചെയ്ത് അദ്ദേഹം കഴിഞ്ഞു പോന്നു. പക്ഷെ അധികം താമസിയാതെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സർപ്പദംശനയിട്ട് മരിക്കുകയും അപ്പൊ വിചാരിച്ചു ഓക്കെ മകനെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മകനും മരിച്ചു, ആരും ഇല്ലാതായി. അപ്പൊ ഭയങ്കരമായി വിഷമം തോന്നി എനിക്ക്. ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം ഉണ്ടായിരുന്നതാണ് എനിക്ക്. അത് ഞാൻ ഗൃഹസ്ഥന്റെ മെന്റാലിറ്റി ആണെന്ന് ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ വന്നിട്ടും എനിക്കിപ്പോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒരു ഡിപ്രഷൻ വന്നപ്പോ അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു. ഓഫറിംഗ് ഒന്നും കൊടുക്കാതെ, പൂജയും ഓഫറിംഗ് ഒന്നും കൊടുക്കാതെ. അപ്പം ആ ഗോപിനാഥ് ഡേറ്റി വന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കും, ഒരു മകൻ മരിച്ചു എന്ന് കരുതി മറ്റൊരു മകനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ശരിയാണോ? അപ്പം ഇദ്ദേഹം ചോദിക്കും, ഗോവിന്ദഘോഷ് പറയും എനിക്ക് മനസ്സിലായില്ല, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഭഗവാനെ അങ്ങ് എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ഈ വിഷമമൊക്കെ പറയും, എനിക്കിപ്പോ ആരും ഇല്ലല്ലോ, എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഡേറ്റി പറയും അതുകൊണ്ട് ഇപ്പൊ കുട്ടി മരിച്ചെന്ന് വെച്ചാൽ ഞാനും നിന്റെ കുട്ടി തന്നെയല്ലേ, എന്നെ നീ ഒരു കുഞ്ഞിനെ പോലെ തന്നെ അല്ലേ നോക്കുന്നത്. കുളിപ്പിക്കുകയും ആഹാരം തരികയും ഒക്കെ ചെയ്യുന്നല്ലേ, എന്നിട്ട് എനിക്കിപ്പോ ആഹാരം തരാതെ എന്നെ പട്ടിണി കിട്ടുന്നത് ശരിയാണോ എന്ന് ഭഗവാൻ ചോദിക്കും. അപ്പം ഗോവിന്ദഘോഷ് പറയും ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ എനിക്കിപ്പോ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് എന്റെ ശ്രാദ്ധകർമ്മം ചെയ്യാൻ പോലും പിണ്ടം ചെയ്യാൻ പോലും ആരുമില്ല, അതാണ് എന്റെ അവസ്ഥ. അതിൽ വിഷമത്തിലാണ് ഞാനിപ്പോ എന്ന് പറയുമ്പോ ഗോപിനാഥ് പറയും നീ വിഷമിക്കണ്ട, ഞാൻ പുത്രനായിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്യാൻ പോയി. അപ്പൊ അതെങ്ങനെയാ, അങ്ങ് ഭഗവാനല്ലേ, ഭഗവാൻ എങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ശരി നീ ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരൂ, ഞാനിപ്പം പ്രോമിസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അദ്ദേഹം വില്ലേജേഴ്സിനൊക്കെ വിളിച്ചോണ്ട് വരികയും ഈ ഗോപിനാഥ് ഡേറ്റി അന്ന് എന്താ പറയാ പ്രോമിസ് കൊടുക്കുകയും ചെയ്യും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശ്രാദ്ധകർമ്മം ഞാൻ ചെയ്യണം, അപ്പൊ എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം എന്ന് പറയും. അപ്പൊ ഇപ്പോഴും ആ മന്ദിരം അവിടെ ഉണ്ട്. അങ്ങനെ ഗോവിന്ദഘോഷ് മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡേറ്റീസിനെ അവിടുത്തെ പൂജാരിമാരും നാട്ടുകാരും കൂടെ കൊണ്ടുപോയിട്ട് ഡേറ്റിയുടെ കൈ വെച്ചിട്ടാണ് പിണ്ടദാനം ഒക്കെ ചെയ്യുന്നത്. അപ്പം ഗുരുമഹാരാജ് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് ഇവര് സഫാരിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്, ആ ഡേറ്റിയെ കണ്ടിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ദിവസം ആ ശ്രാദ്ധതിഥി വരുന്ന ദിവസം. അപ്പൊ അന്ന് ഒരുപാട് ആൾക്കാർ വരും ഈ ഭഗവാൻ എങ്ങനെയാണ് ഈ ഡേറ്റി എങ്ങനെയാണ് ഈ തർപ്പണം ചെയ്യാൻ പോകുന്നത് കാണാനായിട്ട്. അപ്പൊ അന്ന് ഭഗവാന് വെള്ള വസ്ത്രമൊക്കെ ഉടുപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ഭഗവാന്റെ കയ്യില് കുശഗ്രാസ് വെച്ചിട്ടുള്ള ആ മോതിരം ഒക്കെ ഇടിച്ചിട്ടാണ് വരുന്നത് തർപ്പണം ചെയ്യാനായിട്ട്. എന്നിട്ട് പറയാണ് ഗുരുമഹാരാജ് പറയാണ് അന്ന് ആ ഡേറ്റ് വരുമ്പോൾ ഡേറ്റ് ഇസ് ആസ് സോഫ്റ്റ് ലൈക്ക് എ ചൈൽഡ്സ് ബോഡി. നമ്മൾ സാധാരണ വിചാരിക്കും മാർബിളാണ് ഇതാണെന്നൊക്കെ അല്ലേ, പക്ഷെ ഭഗവാൻ ആ ഒരു സേവ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രോമിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പാസ്റ്റ് ടൈം ഉണ്ട്. ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ അത്തരത്തിലാണ്. ഭഗവാൻ ഡിവോട്ടീസിന് വേണ്ടി എന്തും ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നത്തെ ഇത് ഞാനിവിടെ നിർത്തുകയാണ്. ലാസ്റ്റ് നമ്മുടെ വൈഷ്ണവ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് കുന്തി ദേവിയുടെ പ്രേയേഴ്സിൽ മരണം പറയുന്നുണ്ട് അല്ലെ. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി വീക്ഷ്ണസാ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ തയേവ പശ്യന്തചിരേണ താവകം ഭവ പ്രവാഹോ പരമം പദാംബുജം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണസ സ്മരന്തി നന്ദന്തി തവേഹിതം ജന. ഭഗവാന്റെ ഹിതത്തിനനുസരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ശ്രവിക്കുന്നതും ഗ്രഹിക്കുന്നതും കീർത്തനം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഭഗവാന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. ആര്? ഭഗവാന്റെ ആൾക്കാർ അല്ലെ, ഭക്തന്മാർ. തയേവ ഭക്ഷ്യന്തി, അവര് ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ. അചിരേണ താവകം, എപ്പോഴും അചിരേണ ഇവരിതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? ഭവ പ്രവാഹോ ഉപരമം പദാംബുജം. അങ്ങവിടെ ലോട്ടസ് ഫീറ്റിൽ അവര് ഇരിക്കുന്ന കാരണം, അങ്ങയുടെ ലോട്ടസ് ഫീറ്റിൽ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്ന കാരണം തീർച്ചയായിട്ടും അവര് ഭവൗഷധം അല്ലെങ്കിൽ ഭവപ്രവാഹോ ഈ ഓഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അവർക്ക് തരണം ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ എന്താ പറയാ ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ, മറ്റൊരു ബോട്ട്.
ഒരു ബോട്ട് നമ്മുടെ ബോഡി. അല്ലാത്ത രീതിയിൽ മറ്റൊരു ബോട്ടായിട്ട് പറയുന്നത് ഭഗവാന്റെ പാദം. സമാശ്രിതായേ പദപല്ലവപ്ലവം. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ ആശ്രിതരാവുകയാണെങ്കിൽ എന്താണ്, എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും ഈ ഒരു ഓഷൻ നമുക്ക് തന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പശുവിന്റെ കുളമ്പടിയിലുള്ള വെള്ളം നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ ഈ ദുഷ്കരമായിട്ടുള്ള ഭവാംബുദി ക്രോസ് ചെയ്യുന്നത് അത്രയും പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും ഭഗവാൻ അത് വളരെ ചെറുതാക്കി തരും. ഒരു പശുവിന്റെ കുളമ്പടിയിലുള്ള വെള്ളം നമുക്ക് പെട്ടെന്ന് നടന്ന് ക്രോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും എളുപ്പമാക്കി തരും ഭഗവാൻ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കാരണം അത് ഇവൻ മോർ മെർസിഫുൾ ആണ്. നമുക്കുള്ള ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് ഭഗവാന്റെ മേഴ്സി നമ്മുടെ ഗുരുവിലൂടെ എത്തുന്നുണ്ട്. നമ്മൾ ആ ഒരു വിചാരത്തോടു കൂടി സേവനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് we can prepare well and surely pass this final exam of leaving this body. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിലും സോറി. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ദയവേത് ആഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അവർ 5 കടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ മാതാജി, അതൊന്നുകൂടി പറയൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അത് എന്താണ്, ദേവർഷി, ഒരു മിനിറ്റ്, നമ്മൾക്ക് ദേവന്മാരോട്, ഡെമിഗോഡ്സിനോട്, ഋഷിമാരോട്, പിന്നെ ഭൂതഗണങ്ങളോട്, ഭൂതഗണം വെച്ചാൽ ലിവിങ് എൻറ്റിറ്റീസ് മൊത്തത്തില്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളോട്, പിതൃക്കളോട്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മോളെ, നല്ല ക്ലാസ് ആയിരുന്നു. ഹരിബോൾ. ഹരിബോൾ അമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാം. പതിതുവാദാസ്. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, മാതാജി ഭക്തിവേദാന്ത ഹോസ്പിറ്റലിന്റെ ഗിരിരാജ് മഹാരാജിന്റെ ഒരു ബുക്ക് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ആ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു റിയൽ പാസ് ടൈം അല്ല, മഹാരാജിന്റെ മഹാരാജിന്റെ ഫൈനൽ ടൈംസിൽ മഹാരാജ് അവിടെ സ്റ്റേ ചെയ്തിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും മഹാരാജ് നാസിക്കിലെ പോയതിനു ശേഷം വീണ്ടും മഹാരാജിന്റെ ബോഡി കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയതിനു ശേഷം, അപ്പൊ മഹാരാജിന്റെ നോർമലി എല്ലാ ഡിവോട്ടീസും ധാം അല്ലെങ്കിൽ അതുപോലുള്ള ഹോളി പ്ലേസ് ചൂസ് ചെയ്തിട്ട് വേണം ഇദ്ദേഹം വെടിയാന്ന്. അപ്പൊ മഹാരാജിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മഹാരാജ് പറഞ്ഞു, എന്നെ ഭക്തിവേദാന്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി, ഇറ്റ് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് ഹി സെലക്ടഡ് ദ സെയിം പ്ലേസ് വേർ ദ കൃഷ്ണ റിസൈഡ്സ് എന്ന് പറഞ്ഞിട്ട് മഹാരാജ് അങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാൽചക്ര കൊണ്ട് ഒരു ഇതിൽ പറയും, നോട്ട്സിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ പ്രഭു. ശരിയാണ് പ്രഭു. സെയിം തന്നെയാണ് ഭക്തിതീർത്ഥ സ്വാമി മഹാരാജിന്റെ കാര്യത്തിലും. അദ്ദേഹത്തിനോടും ലാസ്റ്റ് ഡേയ്സ് ആയപ്പോഴത്തേക്കും വൃന്ദാവനത്തിലേക്ക് പോകാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എവിടെയൊക്കെ ശ്രീല പ്രഭുപാദര് ടെമ്പിൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഇസ് നോൺ ഡിഫറെന്റ് ഫ്രം വൃന്ദാവൻ. സോ ഞാൻ ഇവിടെ തന്നെ ഉള്ളൂ, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് പറഞ്ഞ് ആ ടെമ്പിളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. Yes, Maji. Aditya last Kirtan we have heard him. Kanda madi. We will be in അത്രയും ഒരു ഷിവറിംഗ് ആയി പോകുന്നു. പറ്റില്ല. Yes, Maji. Thank you, Maji. Nice quotes, Maji. Really. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ കദംബകാനന്ദ സ്വാമിയുടെ റീസെന്റ് ആയിട്ടുണ്ടായിരുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ഫൈനൽ മെസ്സേജ്. അദ്ദേഹത്തിന്റെ ഫൈനൽ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് യാതൊരു വറി ഉണ്ടായിരുന്നില്ല. ദേ ഡോണ്ട് ഫിയർ ഡെത്ത്, ദേ ആർ ഓൾറെഡി ദേർ. അവർ പറഞ്ഞു, ഞാൻ ഐ എം ജസ്റ്റ് കണ്ടിന്യൂയിങ് മൈ സർവീസ് ഇൻ അനദർ ഫോം. ഞാനത് ഇപ്പൊ ചെയ്യുന്ന സർവീസ് ആയിരിക്കില്ല അടുത്ത് ചെയ്യുന്ന, അത്രേ ഉള്ളൂ. ബട്ട് ഐ എം സ്റ്റിൽ ഇൻ ഡിവോഷണൽ സർവീസ് ആൻഡ് ഐ വിൽ ബി സ്റ്റിൽ ഇൻസ്പയറിംഗ് യു and I'll be still waiting for you all at the other end. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാമോ, നമുക്കൊരു റിസപ്ഷൻ കമ്മിറ്റി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ റെഡി ആയിട്ട് അവിടെ ചെന്നാൽ മതി, ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ. അപ്പൊ അത്രയും പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രം മതി. There are people already there. They are ready to receive us. Yeah, and they're guiding us. They will be guiding us, and they are
ചില പ്രഭാതർ Maharaj. പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രഭാതിന്റെ ഗുരുമഹാരാജ് എപ്പോഴും കൂടെയുണ്ട്, പ്രഭാതും എപ്പോഴും ഉണ്ട്. വി ഓൾവേസ് ഹാവ് ദെയർ അസോസിയേഷൻ ആൻഡ് എന്താ പറയാ ആൻഡ് ദെയർ ഗൈഡൻസ്. അപ്പം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. Absolutely right, Maharaj. Excellent presentation ആയിരുന്നു. Wonderfully narrated all the pastimes of many പിന്നെ ഒരു devotees. കാര്യം ഞാൻ മിസ്സായി പോയത് ഇതായിരുന്നു, മഹാവിഷ്ണു അല്ല സോറി ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ ലാസ്റ്റ് ഡേയ്സിലും ഹി വാസ് ഈവൻ ഉറങ്ങി കിടക്കുമ്പോഴാണോ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം ആരതി ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു അല്ലേ. Yes, he is in the sleep mode, Maharaj. Right. അപ്പൊ അത്രയ്ക്കും ഇതാണ് ബോഡിയുടെ കണ്ടീഷൻ ഈസ് ഇറസ്പെക്റ്റീവ്ലി ദേ ആർ ഇൻ ടു സർവീസ്. നമ്മൾ എങ്ങനെ Maharaj അത്ര എത്തും പറഞ്ഞതാണ് നമുക്ക് daily അറിയില്ല. practice ആണ് that leads to the unforgettable moments. ഡെയിലി പ്രാക്ടീസ് ആണ് അത്. ഡെയിലി ഡയറ്റി വർഷിപ്പ് ചെയ്യും അദ്ദേഹത്തിന്റെ ഓൺ പേഴ്സണൽ ഡയറ്റീസ്. അപ്പൊ ആ ഒരു മൂഡ് എപ്പോഴും ഹി കീപ്സ് എനി ടൈം. ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോയിങ്ലി ഓർ അൺനോയിങ്ലി ഹി ഈസ് ഓൺ ദ മൂഡ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ മോളെ. ഹരേ കൃഷ്ണ ആചാ. തുടക്കത്തിൽ കേൾക്കാൻ പറ്റിയില്ല, ആര് ചെയ്തോണ്ടിരുന്നപ്പോഴായിരുന്നു ക്ലാസ് തുടങ്ങിയ. ഹരിബോൽ. അപ്പോ മാതാജി സ്റ്റോപ്പ് ചെയ്യാമല്ലോ മാതാജി. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് की जय. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദി മാതാജി, വളരെ ഗംഭീരമായ ക്ലാസ്സിന് നന്ദി മാതാജി, വളരെ സന്തോഷം. താങ്ക് യു മാതാജി. പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ ദ സർവീസ് പ്രഭു ആൻഡ് മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം.